നമസ്കാരം. ഇന്ത്യൻ ജനസംഖ്യയുടെ 16.5%, അതായത് ഏതാണ്ട് 25 കോടി ജനങ്ങളാണ് ഉത്തർപ്രദേശിൽ താമസിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തള്ളുവീരൻ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ആകപ്പാടെ 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. അതിൽ എത്ര പേർ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. എന്നിട്ടും മഹത്തായ തള്ളുകളും അവകാശവാദങ്ങളുമാണ് നടത്തുന്നത്. അവിടെയാണ് 16.5%, 25 കോടി ജനങ്ങൾ ഉത്തർപ്രദേശിൽ വസിക്കുന്നത്. ലോകത്തെ പല രാജ്യങ്ങളുടെയും ജനസംഖ്യയും ഭൂവിസ്തൃതിയും എടുത്ത് പരിശോധിച്ചാൽ ഉത്തർപ്രദേശ് അവർക്കൊക്കെ വളരെ മുകളിലാണ്. നിർഭാഗ്യവശാൽ ഉത്തർപ്രദേശ് ഇന്ത്യയുടെ അപരിഷ്കാരത്തിന്റെയും അവികസനത്തിന്റെയും പ്രതീകമായാണ് നൂറ്റാണ്ടുകളായി അറിയപ്പെട്ടത്. 2017 യോഗി ആദിത്യനാഥ് എന്ന സന്യാസി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആകുന്നതുവരെ ആയാറാം ഗയാറാം രാഷ്ട്രീയമായിരുന്നു ഉത്തർപ്രദേശിൽ. മുലായം സിംഗും മായാവതിയും കല്യാൺ സിംഗും അടക്കമുള്ള അനേകം നേതാക്കൾ മാറി മാറി ഭരിച്ചെങ്കിലും ഉത്തർപ്രദേശിന് ഒരു മോചനമുണ്ടായിരുന്നില്ല. ഉത്തർപ്രദേശ് അപരിഷ്കൃത ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രതീകമായി തുടർന്നു. വികസനത്തിന് പിന്നിലായിരുന്നു. നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല, വിമാനത്താവളങ്ങൾ കുറവായിരുന്നു, റെയിൽവേ കണക്ഷൻസ് കുറവായിരുന്നു. ഓർക്കണം, ഇന്ത്യയുടെ ഹൃദയമാണ്. ആരാണോ ഉത്തർപ്രദേശ് നേടുന്നത് അവരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന ചരിത്രം എത്രയോ വർഷങ്ങളായി ഇന്ത്യയിലുണ്ട്. 80 പാർലമെന്റ് മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിനുണ്ടെന്ന് ഓർക്കണം. ജനസംഖ്യാടിസ്ഥാനത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങൾ പുനർവിഭജിച്ചാൽ ഒരു 120 സീറ്റെങ്കിലും ഉത്തർപ്രദേശിനുണ്ടാവും. അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി മാറിയ ഉത്തർപ്രദേശ് പരിഷ്കാരമില്ലാത്ത, വികസനമില്ലാത്ത ഒരു മണ്ണായി മാറിയിരുന്നു. ഗുണ്ടകളാണ് അവിടെ ഭരിച്ചിരുന്നത്. രാഷ്ട്രീയ യജമാനന്മാരുടെ കൂട്ടുപിടിച്ച് ഗുണ്ടാ സംഘങ്ങൾ, മാഫിയ സംഘങ്ങൾ ഉത്തർപ്രദേശിനെ കീഴടക്കി. അതിനൊക്കെ മാറ്റം വരുത്തിയത് ഒരു സന്യാസിയാണ്. ദൈവത്തിന്റെ നിശ്ചയം പോലെയാണ് യോഗി ആദിത്യനാഥ് എന്ന കാഷായ വേഷക്കാരൻ ഉത്തർപ്രദേശ് ഭരിക്കാനെത്തുന്നത്. 2017 മുതൽ ഒരുപാട് വിമർശനങ്ങളെ, പ്രതിരോധങ്ങളെ മറികടന്നുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത്. യോഗിയെ ബുൾഡോസർ രാജിന്റെ വക്താവായി, ജനാധിപത്യ വിരുദ്ധതയുടെ വക്താവായി, വർഗീയതയുടെ വക്താവായി പലരും വിശേഷിപ്പിക്കുന്നു. ലോകമാധ്യമങ്ങളൊക്കെ യോഗിയെക്കുറിച്ച് പറയുന്നത് ഇന്ത്യൻ ഫാസിസത്തിന്റെ മുഖമെന്നാണ്. എന്നാൽ ഉത്തർപ്രദേശുകാർ അത് സമ്മതിക്കില്ല. യോഗിയെ അവഗണിക്കുന്നവരോട് എന്താണ് ഉത്തർപ്രദേശുകാരുടെ സമീപനം എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. മോദി 2/3 ഭൂരിപക്ഷത്തോടെ മൂന്നാം ഭരണത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് ഉത്തർപ്രദേശിലാണ്. കാരണം യോഗിയില്ലാതെ മോദി വേണ്ട എന്ന് ഉത്തർപ്രദേശുകാർ നിലപാടെടുത്തു. അത്ര ശക്തനായ ഭരണാധികാരിയാണ് യോഗി. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവേണ്ടയാളാണ് യോഗി എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഉത്തർപ്രദേശുകാർ. അതിനാരെതിരെ നിന്നാലും സമ്മതിക്കില്ല എന്നാണ് അവരുടെ വാശി. അത്ര വലിയ മാറ്റമാണ് യോഗി ഉത്തർപ്രദേശിൽ കൊണ്ടുവന്നത്. 2017 മുതൽ 2026 വരെയുള്ള 9 വർഷത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അടിമുടി ഉത്തർപ്രദേശ് മാറി. അതിനു മുൻപ് ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നത് 4 എയർപോർട്ടുകളാണ്. ഇപ്പോൾ 9 എയർപോർട്ടുകളായി. ഇപ്പോൾ പണിയുന്ന നോയിഡയിലെ എയർപോർട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടായിരിക്കും. നമുക്കറിയാം, നവി മുംബൈയിൽ ഒരു പുതിയ എയർപോർട്ട് വന്നു, ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെ പുതിയ എയർപോർട്ടുകൾ വന്നു. അങ്ങനെ ഒരുപാട് എയർപോർട്ടുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടായി നോയിഡയിലെ എയർപോർട്ട് മാറും. അങ്ങനെ വലിയ തോതിലുള്ള വികസനം ഒരു വശത്ത് നടത്തുന്നു. റെയിൽവേ വികസനത്തിന്റെ കാര്യം പറയുകയേ വേണ്ട. ഏത് റെയിൽവേ പരീക്ഷണങ്ങൾ വന്നാലും ഉത്തർപ്രദേശിലുണ്ടാവും. പ്രത്യേകിച്ച് മോദിയുടെ മണ്ഡലമാണ് വാരണാസി. ഇപ്പോൾ ഏറ്റവും പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ 2 ഉത്തർപ്രദേശ് കണക്ട് ചെയ്ത്, ഒന്ന് ഡൽഹിയിൽ നിന്നും വാരണാസിയിലേക്കാണ്, രണ്ടാമത്തെ വാരണാസിയിൽ നിന്നും സിലിഗുരിയിലേക്കാണ്. അങ്ങനെ അടിമുടി മാറ്റമാണ് ഉത്തർപ്രദേശിൽ വന്നിരിക്കുന്നത്. റോഡ് വികസനത്തിന്റെ കാര്യം പറയുകയേ വേണ്ട. ആയിരക്കണക്കിന് കിലോമീറ്റർ ഹൈവേകൾ, സൂപ്പർ ഹൈവേകൾ, എക്സ്പ്രസ് വേകൾ പണിതുകൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. സാധാരണ മനുഷ്യർക്ക്, കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം കൊടുക്കുന്നു. ഇതിന്റെയൊക്കെ ഗുണം ഇപ്പോൾ ഉത്തർപ്രദേശുകാർ അനുഭവിക്കുകയാണ്. 2017 യോഗി അധികാരത്തിലെത്തുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞ് 42,000 രൂപയായിരുന്നു ഉത്തർപ്രദേശിൻ്റെത്. അതിപ്പോൾ 1.2 ലക്ഷമായി. എന്ന് വെച്ചാൽ 3 ഇരട്ടിയായി പെർ ക്യാപിറ്റ ഇൻകം മാറി. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇത്രയും വലിയ വളർച്ച ഉണ്ടായിട്ടില്ല. പെർ ക്യാപിറ്റ ഇൻകത്തിൽ 3.6 ട്രില്യൺ രൂപയായിരുന്നു UPയുടെ 2017 GDP. എന്നാൽ 2025 അത് 12.6 ട്രില്യനായി ഉയർന്നു. ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ GDP 3 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇല്ല എന്നതാണ് വാസ്തവം. കേരളത്തിന്റെ GDP ഒന്നും കാര്യമായ വർധനവ് വരുത്തുന്നില്ല എന്നോർക്കണം. പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരം 56 ലക്ഷം വീടാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് 1.5 കോടിയിലധികം ആളുകൾക്ക് സൗജന്യ വൈദ്യുതി കണക്ഷൻ കൊടുത്തിരിക്കുന്നു. അങ്ങനെ അടിമുടി റോഡുകളിലും വീടുകളിലും ജലസേചന പദ്ധതികളിലും ശുചിത്വത്തിലുമൊക്കെ അടിമുടി മാറ്റം. അതിന്റെ കാരണം UP തികച്ചും അവികസിതമായിരുന്നു. UPയിൽ എല്ലാം ഒന്നേന്ന് തുടങ്ങണമായിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും UPയെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ടത്
ഉത്തർപ്രദേശിലെ ക്രിമിനൽ വാഴ്ചയുടെ അവസാനമാണ്. നമുക്കറിയാം, ഉത്തർപ്രദേശിൽ ഓരോ ഇടങ്ങളിൽ ഓരോ ഗ്യാങ്ങുകളാണ് ഭരിച്ചിരുന്നത്. അവിടെയൊക്കെ രാഷ്ട്രീയ മേലാളന്മാരുടെ പിന്തുണയുണ്ടായിരുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ, ഏത് മത ജാതി വിഭാഗമാണോ ശക്തം, അവരുടെ നേതൃത്വത്തിൽ ഗാങ്ങുകളായി ഭരിച്ചിരുന്നിടത്ത് യോഗി കൊണ്ടുവന്നത് വലിയ മാറ്റമാണ്. അതുകൊണ്ടാണ് ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞത്. എവിടെയെങ്കിലും ക്രിമിനൽ സംഘങ്ങൾ കൂട്ടം കൂടി ക്രിമിനൽ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്രിമിനലുകളുടെ വീടുകളും സ്ഥാപനങ്ങളും തച്ചുടച്ചു. പൊതുവിടങ്ങൾ കയ്യേറി, സർക്കാർ ഭൂമി കയ്യേറി, കെട്ടിടങ്ങൾ പണിത് മാഫിയകളായി വാണിരുന്നവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം തച്ചുടച്ചു. ക്രിമിനലുകളുടെ സ്വത്തുകൾ പിടിച്ചെടുത്തു. ക്രിമിനലുകളെ ആവശ്യമെങ്കിൽ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടു. അനേകം ക്രിമിനലുകളെ ഷൂട്ട് ആൻഡ് സൈറ്റിലൂടെ വകവരുത്തി. അവരെല്ലാം ഭയന്നുപോയി. പലപ്പോഴും നിയമത്തിന്റെ പരിരക്ഷ അവർക്ക് കിട്ടും, പലർക്കും നിയമ പോരാട്ടം നടത്തി മുമ്പോട്ട് പോകാം എന്ന സാഹചര്യം ഒഴിവാക്കി. ഒരാൾ ഒരു സമൂഹത്തിന് ദോഷമാണെന്ന് കണ്ടാൽ അയാളെ മര്യാദയ്ക്ക് നിർത്താനുള്ള പരിശ്രമമൊക്കെ നടത്തും. വിജയിച്ചില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലാൻ പോലീസിന് അനുമതി കൊടുക്കും. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, പലർക്കും നീതി കിട്ടുന്നില്ല എന്നതൊക്കെ സത്യമാണെങ്കിലും ഉത്തർപ്രദേശിനെ ശരിയാക്കിയെടുക്കാൻ മറ്റു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. പഞ്ചാബ് അങ്ങനെയാണ് സിഖ് ഭീകരരുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മറക്കരുത്. അതിനും വിലയായി ഇന്ദിരാഗാന്ധിക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു. ഇത്തരത്തിൽ ക്രിമിനലുകളോട് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ചെയ്തതോടെ ഉത്തർപ്രദേശിലെ സാധാരണ മനുഷ്യരുടെ അവകാശങ്ങൾ തിരിച്ചു കിട്ടി. അവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടായി. കച്ചവടം ചെയ്തും ജോലി ചെയ്തും ജീവിക്കാവുന്ന അവസ്ഥയുണ്ടായി. ഇതിനൊക്കെ തടസ്സമായി നിന്നിരുന്നത് ഉത്തർപ്രദേശിലെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർ അഴിമതിക്കാരാണ്, ജാതി വെറിയന്മാരാണ്. ഏതാണ്ട് 18 ലക്ഷത്തോളം സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവരെ ആശ്രയിച്ചാണ് ഈ സംസ്ഥാനത്തിന്റെ ഭരണം മുമ്പോട്ട് പോകുന്നത്. അവരെ ശരിയാക്കിയെടുക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നു. ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് ശരിയായി, സമയത്ത് ജോലിക്ക് വരാൻ തുടങ്ങി. ജോലിക്ക് വരാത്തവരുടെ മേൽ അച്ചടക്ക നടപടി ഉണ്ടായി. അങ്ങനെ പല നടപടികളും ഉണ്ടായെങ്കിലും അഴിമതി ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞു. പക്ഷെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ കഴിഞ്ഞില്ല. സർക്കാരിന്റെ പല പദ്ധതികളും നടപ്പിലാക്കാൻ പരാജയപ്പെടുന്നത് അഴിമതിയുള്ള ഉദ്യോഗസ്ഥരുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു കുറുക്കുവഴി കണ്ടെത്തി. 2023 മുതൽ തുടർച്ചയായി യോഗി സർക്കാർ ആവശ്യപ്പെടുന്നു, സകല സർക്കാർ ഉദ്യോഗസ്ഥരും ഒരു പോർട്ടൽ ഉണ്ടാക്കി അവരുടെ സ്വത്ത് വിവരം അതിൽ അപ്ലോഡ് ചെയ്യണം. 2023 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചെയ്യുന്നില്ല. പലതവണ ഡെഡ് ലൈൻ കൊടുത്തു. 2024-25 പലതവണ നീട്ടിക്കൊടുത്തു. ആദ്യമൊക്കെ 10% പേര് പോലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. കഴിഞ്ഞ വർഷമായപ്പോൾ ഏതാണ്ട് 26% പേരായിരുന്നു ബാക്കിയായിരുന്നത്. പലതവണ നീട്ടിക്കൊടുത്തു. ഇപ്പോൾ അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു. ഇനി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇളവില്ല. ജനുവരി മാസം 31 തീയതിയായിരുന്നു ഡെഡ് ലൈൻ. ജനുവരി 31 മുമ്പ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വത്ത് വിവരം സർക്കാർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അവരുടെ ശമ്പളം കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് പ്രായോഗികമാക്കി. 68,236 പേർ ഇത്രയധികം സമ്മർദ്ദം ചെലുത്തിയിട്ടും അവരുടെ സ്വത്ത് വിവരം അപ്ലോഡ് ചെയ്തിരുന്നില്ല. ഈ 68,236 പേരുടെയും ശമ്പളം ഫെബ്രുവരി 2 അവരുടെ എല്ലാം ശമ്പളം മുടങ്ങി. ആർക്ക് ശമ്പളം കൊടുത്തില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. ശമ്പളം കൊടുത്തില്ലെന്ന് മാത്രമല്ല, അവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവും. ഇതാണ് അഴിമതിരഹിത യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിസോഡ്. ഇവിടെ തീരുന്നില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ ഇനി കൃത്യമായ കണക്ക് രേഖപ്പെടുത്തിയില്ലെങ്കിൽ അവർ പിരിച്ചുവിടാം എന്ന് ഉത്തരവിറക്കിയിരിക്കുകയാണ്. അവിടെയുമല്ല, ഇങ്ങനെ സ്വത്ത് രേഖപ്പെടുത്തിയ മുഴുവൻ വിവരങ്ങളും പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വത്ത് പലരും വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്വത്ത് വിവരം അവരുടെ ശമ്പളവും അവരുടെ ജീവിത സമ്പാദ്യവുമായി ഒത്തുപോകുമോ എന്ന് പരിശോധിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം അവർക്ക് കിട്ടിയതിൽ കൂടുതലാണെങ്കിൽ, അഴിമതി വഴിയാണെങ്കിൽ നടപടിയുണ്ടാവും, പിടിച്ചെടുക്കും. അങ്ങനെ അഴിമതിയെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ യോഗി രംഗത്തിറങ്ങിയിരിക്കുന്നു. ഏറെ വൈകാതെ അഴിമതിരഹിത ഉത്തർപ്രദേശ് ഉണ്ടാവും. അങ്ങനെ മാത്രമേ ഉത്തർപ്രദേശിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് യോഗി തെളിയിച്ചിരിക്കുന്നു. ഗുജറാത്ത് മോഡലിലൂടെ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുപോലെ UP മോഡലിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനുള്ള യോഗിയുടെ ജൈത്രയാത്രയുടെ ഭാഗമാണിത്. എങ്ങും കയ്യടിയാണ്.